ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ, രഘുനാഥായ നാഥായ സീതായാ പതയേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം, ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം, വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ശ്രീരാമദൂതം മനസാ സ്മരാമി, ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം, ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ, ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം, നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം. ഹര നമഃ പാർവതീപതയേ, ഹര ഹര മഹാദേവ. ജാനകീ ജീവനസ്മരണം, ജയ ജയ രാമ രാമ. മനുഷ്യൻ്റെ കർത്തവ്യങ്ങൾ ഉപദേശിക്കലാണ് വേദങ്ങളിലും വേദങ്ങളുടെ വിവരണങ്ങളായ മറ്റ് ഗ്രന്ഥങ്ങളിലും സർവ മനുഷ്യർക്കും വേണ്ട കാര്യം. അവർക്ക് എങ്ങനെ ജീവിച്ചാലാണ് അവരെ മനഃശാന്തി ഉണ്ടാവുക എന്ന് പഠിപ്പിക്കുകയാണ്. കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് എന്ത് കർമ്മം ചെയ്യണം, ജ്ഞാനേന്ദ്രിയങ്ങൾ എന്തിനുള്ളതാണ്, അതുകൊണ്ട് എന്താണ് അറിയേണ്ടത്, അറിഞ്ഞെങ്ങനെ പ്രവർത്തിക്കണം എന്ന് പഠിപ്പിക്കുന്നതാണ്. ആദ്യത്തെ ഗ്രന്ഥം വേദങ്ങളാണ്. അതിലും പഴയ ഗ്രന്ഥങ്ങളൊന്നും ആർക്കും കണ്ടുകിട്ടിയിട്ടില്ല. വേദത്തിൻ്റെ പഴക്കമാണെങ്കിൽ ആർക്കും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഗവേഷകന്മാർ ഇന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ളതാണ് വേദങ്ങളുടെ അവസ്ഥ. ഈ ഭൂമുഖത്ത് മനുഷ്യരുണ്ടായി കഴിഞ്ഞപ്പോൾ മനനം ചെയ്യാൻ, ചിന്തിക്കാൻ കഴിവുള്ള ഒരു ജീവിവർഗമാണല്ലോ മനുഷ്യർ. അവരിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. മറ്റ് ജീവികൾക്ക് അധികം ചിന്തയില്ല, മനുഷ്യനാണ് ചിന്ത. അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. അവർ ഈ അത്ഭുതമായ ശരീരത്തെക്കുറിച്ചൊക്കെ നല്ലോണം പഠിച്ചു. അപ്പോഴാണ് ഈ കാണുന്ന ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഏതോ ഒരു ശക്തി ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ആ ശക്തിയാണ്, ആ ശക്തിയുടെ പ്രവർത്തനമില്ലെങ്കിൽ
കണ്ണിന് കാണാൻ കഴിയില്ല, കാതിന് കേൾക്കാൻ കഴിയില്ല, ഈ ശരീരം പോലും നിലനിൽക്കില്ല. ജീവൻ എന്ന് പറയും ആ ചൈതന്യത്തിന്. അതിനെക്കുറിച്ചൊക്കെ അവർ ചിന്തിച്ചു. ആ ചിന്തയിൽ നിന്നാണ് ആധ്യാത്മികതാ ഗ്രന്ഥങ്ങളും എല്ലാം ഉണ്ടായത്. അവരാ ചിന്തിച്ച വഴി, അവർ കണ്ടുപിടിച്ച മാർഗം, അതൊക്കെ നമുക്ക് വേണ്ടി ഉപദേശിച്ചു തന്നിരിക്കുന്നു. അതാണ് ശാസ്ത്രങ്ങളിൽ. ഇതൊക്കെ പല ഭൂമുഖത്ത് പല ദിക്കിലുള്ള ആൾക്കാർ പല കാലത്താണ് ഇങ്ങനെയുള്ള ചിന്ത ചെയ്തേക്കണേ. അതുകൊണ്ട് അവർ സഞ്ചരിച്ച മാർഗത്തിന് കുറച്ചൊക്കെ വ്യത്യാസങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് പല ശാസ്ത്രങ്ങളും ഒക്കെ ഉണ്ടായത്. എല്ലാത്തിൻ്റെയും ആത്യന്തികമായ സന്ദേശം എന്താണ്? പരസ്പരം നല്ല സ്നേഹത്തോടു കൂടി ജീവിക്കുക, ആ സത്യം ധർമ്മം ഒക്കെ പാലിക്കുക. അങ്ങനെ മനുഷ്യ ജന്മം എങ്ങനെ സഫലമാക്കാം, ഇതാണ് ഋഷിമാർ നമുക്ക് ഉപദേശിച്ചു തന്നിരിക്കുന്നത്. അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളിൽ വേദമന്ത്രങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ആദ്യമായിട്ടുണ്ടായതാണ് വാൽമീകി മഹർഷിയുടെ മുഖത്തുനിന്ന് ഒഴുകിയിട്ടുള്ള ആ ദിവ്യമായ ആ ഗ്രന്ഥം. വാൽമീകി രാമായണം എന്നൊക്കെ അതിന് പറയും. ആ കർത്തവ്യങ്ങൾ, മനുഷ്യൻ്റെ കർത്തവ്യങ്ങൾ ആരെ മാതൃകയായിട്ടെടുത്തുകൊണ്ടാണ് പറഞ്ഞേക്കണേ? ശ്രീരാമനെ മാതൃകയായിട്ടെടുത്തുകൊണ്ട്. രാമ ലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരെ മാതൃകയായിട്ടെടുത്തുകൊണ്ടാണ് നമുക്കത് വർണ്ണിച്ചിരിക്കുന്നത്. കഥാപാത്രങ്ങളായിട്ട് അവതരിപ്പിച്ച് അങ്ങനെ എല്ലാ ശാസ്ത്രങ്ങളും വർണ്ണിക്കുമ്പോൾ സത്വഗുണ രജോ ഗുണ തമോ ഗുണങ്ങളെക്കുറിച്ച് വർണ്ണിക്കും. അപ്പം അതിന് രാമായണത്തിൽ കൂടെ ആ ഭാഗം വർണ്ണിച്ചു. അപ്പോൾ സത്വഗുണ രജോ ഗുണ തമോ ഗുണങ്ങൾ, അതിൽ നമുക്ക് വേണ്ടത് എന്താ? പൂർണ്ണമായിട്ടുള്ള സത്വഗുണം, സത്വം, ജ്ഞാനം. അതിൽ ആ സത്വഗുണം വർദ്ധിച്ചു വന്നാൽ ഈശ്വര വിചാരം മാത്രമേ ഉണ്ടാവുള്ളൂ, മറ്റു വിചാരങ്ങളൊന്നും വരില്ല. അതാണ് സത്വഗുണത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ അത് വർദ്ധിപ്പിക്കാനുള്ള മാർഗമാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. സത്വഗുണം എങ്ങനെ വർദ്ധിപ്പിക്കാം? രജോ ഗുണ തമോ ഗുണങ്ങൾ നമുക്ക് വല്ലാതെ അനർത്ഥമുണ്ടാക്കും. മനസ്സിനൊക്കെ വേണ്ടാത്ത വഴിക്ക് കൊണ്ടുപോയി വേണ്ടാത്ത വിചാരങ്ങൾ നിറഞ്ഞ് അസ്വസ്ഥമാക്കി തീർക്കും രജോ ഗുണ തമോ ഗുണങ്ങൾ. അതിനെ ഇല്ലാതാക്കി സത്വഗുണത്തെ വർദ്ധിപ്പിക്കണം. അതാണ് രാമായണത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഉപദേശം. ആ സത്വഗുണ പ്രധാനി, അതിനുദാഹരണമായിട്ട് രാമ ലക്ഷ്മണ ഭരത ശത്രുഘ്നാദികളും എല്ലാം തന്നെ. രജോ ഗുണത്തിന് ഉദാഹരണമായിട്ട് വാനരന്മാരും എല്ലാം അങ്ങനെയുള്ള ഒരു ജീവിവർഗം. അല്ലെങ്കിൽ ശ്രീരാമനിപ്പോൾ സീതയെ തിരിച്ചു കൊണ്ടുവരാൻ ഈ വാനരന്മാരുടെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? പ്രപഞ്ചങ്ങൾ മുഴുവൻ സൃഷ്ടിച്ച് നിലനിർത്തുന്ന സംഭരിക്കുന്നത്. അപ്പോൾ ഓരോ കാര്യങ്ങൾ പറയാൻ വേണ്ടി ഓരോ തരത്തിലുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുക. ലങ്കയാകുമ്പോഴേക്കും തമോ ഗുണം നിറഞ്ഞ് രാക്ഷസന്മാരുടെ ഒരവസ്ഥ. ശ്രീരാമനാണല്ലോ ഈ രാവണനെയൊക്കെ നിഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എന്തുണ്ട്? രജോ ഗുണം കൊണ്ട്, സത്വഗുണം കൊണ്ട്, രജോ ഗുണം കൊണ്ട് തമോ ഗുണത്തെയൊക്കെ ഇല്ലാതാക്കണം. ഇതെല്ലാം ഇല്ലാതാക്കണം. രജോ ഗുണമുണ്ടെങ്കിൽ അതുകൊണ്ട് തമോ ഗുണത്തെ ഇല്ലാതാക്കണം, അതിനെയും ഇല്ലാതാക്കണം. അപ്പം അങ്ങനെ ക്രമത്തിൽ സത്വഗുണത്തെ വർദ്ധിപ്പിക്കുക. അത് വർദ്ധിക്കും തോറും രജോ ഗുണ തമോ ഗുണങ്ങളെ ഇല്ലാതാവും. അതാണ് പഠിപ്പിക്കുന്നത്. സൂര്യൻ ഉദിച്ച് ഉയരും തോറും ഇരുട്ട് ഇല്ലാതാവും. ഇതുപോലെ സത്വഗുണം എന്ന് പറഞ്ഞാൽ പ്രകാശമാണ് അതിൻ്റെ സ്വരൂപം.
അത് വർദ്ധിക്കും തോറും രജോ ഗുണ തമോ ഗുണങ്ങൾ ഇല്ലാതാവും. നമ്മുടെ മനസ്സിൽ നല്ല വിചാരം മാത്രമായിട്ട് തീരും. അങ്ങനെയാണ് ഈശ്വര സാക്ഷാത്കാരം. ഇത് നേരിട്ട് ചെയ്യാൻ പറഞ്ഞാൽ സാധാരണക്കാർക്ക് പറ്റില്ല. അപ്പോഴാണ് ഒരു കഥ പറഞ്ഞു തരാം, ശ്രീരാമൻ്റെ കഥ. അതാണ് അവിടെ വർണ്ണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സന്ദർഭങ്ങളൊക്കെ അതിൽ വർണ്ണിക്കും. അപ്പോൾ രാമകഥയിൽ കൂടെയാണ് എന്താണ് മനുഷ്യൻ്റെ പരമമായ കർത്തവ്യം എന്ന് ഉപദേശിച്ചു തരുന്നത്. ഇതാണ് രാമായണത്തിൻ്റെ ഒരു പ്രസക്തി. അപ്പോൾ മനുഷ്യരുടെ തന്നെ കഥയാണ്. മനുഷ്യരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഉപദേശങ്ങളാണ്. അതുകൊണ്ടാണ് ഈ രാമായണം എന്ന് നിർമ്മിച്ചു എന്നൊന്നും ആർക്കും പറയാനായിട്ട് പറ്റില്ല. എത്രയാ പഴക്കം, അത്രയും ഉള്ളൊരു ഗ്രന്ഥം. എല്ലാവർക്കും അത് സമ്മതമാണ്. രാമായണം ഇഷ്ടമല്ലാതെ ആരുമില്ല. വെറും കഥ കേൾക്കേണ്ടവർക്ക് അതാവാം, കൂടുതൽ ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നവർക്ക് അതാവാം. അങ്ങനെ വാൽമീകി ആദ്യമായിട്ട് പാടി ഒരു 24,000 ശ്ലോകങ്ങളെ കൊണ്ട് പാടി. 7 കാണ്ഡങ്ങളിലായിട്ട് 24,000 ചില്ലാന ശ്ലോകങ്ങൾ. അതിന് ശേഷമാണ് ഭക്തന്മാർ അത് അവർക്ക് രുചിക്കുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് കുറച്ചും കൂടിയൊക്കെ ഒന്ന് ലളിതമാക്കി കൊടുക്കാനായിട്ട് ആ രാമായണത്തെ പലതരത്തിലും വ്യാഖ്യാനിച്ചു. ഓരോ ഭാഗമെടുത്ത് കാവ്യങ്ങളൊക്കെ നിർമ്മിച്ചു. മറ്റ് പാട്ടുകൾ, നാടൻ പാട്ടുകൾ, ഓരോ നാട്ടിലും അവരവരുടെ ഭാഷയിൽ ഈ രാമകഥ പാടുക എന്നൊരു സമ്പ്രദായം അങ്ങനെ തുടങ്ങി. അപ്പോൾ എല്ലാവരെയും കാണാം, എല്ലാ ഭാഷയിലും അതാത് നാട്ടിലൊക്കെ അവർ രാമകഥ പാടിയിട്ടുണ്ടാവും. ഇതാണ് രാമകഥയ്ക്ക്, അത് മനുഷ്യൻ്റെ തന്നെ കഥ. അത് വേണ്ട പോലെ അനുസ്മരിക്കുന്നവർക്ക് സർവശ്രേയസ്സും ഉണ്ടാവും. ഇതാണ് രാമായണത്തിൻ്റെ ഒരു അത്ഭുത ചരിത്രം. എന്നും അത് ആൾക്കാർ കുറച്ച് സമയമൊക്കെ അത് പണ്ടൊക്കെ അത് പാരായണം ചെയ്യും. ഇപ്പം ഈ കലികാലമായപ്പോൾ, അധികമായി വന്നപ്പോൾ മറ്റ് പല കാര്യങ്ങളിലായിട്ട് ഇതിനൊന്നും അത്ര ശ്രദ്ധ കിട്ടില്ല. അപ്പോൾ ഒരല്പസമയമായാലും പറ്റുന്ന. അതാണ് ബ്രഹ്മദേവൻ നാരദ മഹർഷിക്ക് പറഞ്ഞു കൊടുത്തത്. ലോകത്തിന് ഉപദേശിച്ചു കൊടുക്കൂ, വലിയ വലിയ ഗ്രന്ഥം വായിക്കാനെന്നും പറഞ്ഞ ആൾക്ക് പറ്റില്ല. ഒരു 3 നാമം കൊണ്ട് ഒരു മന്ത്രം ഉണ്ടാക്കിത്തരാം, ഒരു അനുഷ്ടുപ്പ് മന്ത്രം. അതാണ് ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഈ മന്ത്രം മതിയെന്ന കലിസന്ധരണ ഉപനിഷത്ത്. അപ്പോൾ മറ്റ് ഗ്രന്ഥങ്ങളൊക്കെ വേണ്ട പോലെ പഠിക്കാൻ വായിക്കാനൊക്കെ എല്ലാവർക്കും അതിന് കഴിവുണ്ടായിരുന്നു വരില്ല. പക്ഷേ ഈ നാമം എല്ലാവർക്കും ചെയ്യാൻ പറ്റും, എല്ലാവർക്കും ജപിക്കാൻ പറ്റും. ഇത് വേണ്ട പോലെ ജപിച്ചാൽ രാമായണം മുഴുവൻ വായിച്ചാൽ എന്ത് കിട്ടണോ അതൊക്കെ നമുക്ക് അതിൽ നിന്ന് കിട്ടും. മനസ്സ് തെളിഞ്ഞു വരുന്ന ഇതാണ് ഈ മഹാമന്ത്രത്തിൻ്റെ, കലിസന്ധരണ ഉപനിഷത്ത് മന്ത്രത്തിൻ്റെ ഒരു വൈശിഷ്ട്യം. അപ്പം അങ്ങനെ രാമായണം എന്നും വായിക്കുക എന്ന് പറഞ്ഞാൽ ആൾക്ക് പറ്റില്ല. അപ്പോൾ നമ്മുടെ പൂർവികന്മാർ അത് കണ്ടറിഞ്ഞുകൊണ്ട് അതിനൊരു സമയം വച്ചിരിക്കുക. ഭാഗവതത്തിനൊക്കെ വച്ചിട്ടില്ലേ സപ്താഹമായിട്ട് 7 ദിവസം കൊണ്ട് വായിക്കാമെന്നൊരു ചിട്ട വച്ചപ്പോൾ പല ആൾക്കാരും അത് വായിക്കും, മനസ്സിലാക്കും, സപ്താഹങ്ങളായിട്ട് നടത്തും. ആ ഒരു വിധി, സപ്താഹവിധി ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇന്ന് ഭാഗവതം മറ്റ് പുരാണങ്ങൾ പോലെ അജ്ഞാതമായിട്ടിരുന്നേനെ. പക്ഷേ എത്രായിരം സപ്താഹങ്ങൾ, എത്ര ആളുകൾ വായിക്കുന്നു. അത് എന്തുകൊണ്ടത്? അതിനൊരു വിധിയുണ്ട്. 7 ദിവസം കൊണ്ട് ശുഖബ്രഹ്മർഷി പരീക്ഷിത്തിന് 7 ദിവസം കൊണ്ട് പറഞ്ഞു കൊടുത്തു എന്ന ഒരു ഉദാഹരണം പറഞ്ഞ് അങ്ങനെ ചിട്ട. അതുപോലെ തന്നെ ദേവീ ഭാഗവതവും ശിവപുരാണമൊക്കെ ആകുമ്പോൾ അതിന് ദേവീ ഭാഗവതത്തിന് 9 ദിവസം, ശിവപുരാണമാകുമ്പോൾ 11 ദിവസമാണ് വച്ചിരിക്കുന്നത്. അതുകൊണ്ട് ശിവപുരാണം കൂടി ആൾക്കാർ വായിക്കും. മറ്റ് പുരാണങ്ങൾക്ക് അങ്ങനെ നിയമം വച്ച് കാണാത്ത കാരണം, നിയമം അതിന് പ്രസിദ്ധിയില്ലാത്ത കാരണം മറ്റ് പുരാണങ്ങളുടെ പേര് മാത്രം പറയാമെന്നല്ലാണ്ട്
അഗ്നിപുരാണം എവിടെ, വായുപുരാണം എവിടെ ഒന്നും ആർക്കും കാണാനില്ല. കാരണം അതിനൊരു പാരായണ വിധി ഉണ്ടായില്ല, അതാ കാരണം. എന്നാൽ മറ്റ് പാരായണ വിധി അത്യാവശ്യമില്ല. കാരണം എല്ലാ ഗ്രന്ഥങ്ങളുടെ സാരമെടുത്തുകൊണ്ടാണ് ഭാഗവതം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെ മറ്റ് ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടാവുന്നതിന് ഏറ്റവും ആദിയിലുണ്ടായ ഒരു ഗ്രന്ഥം അതാണ് വാൽമീകിയുടെ ഗ്രന്ഥം. അതിനു മുമ്പ് വേദമന്ത്രങ്ങൾ മാത്രമേ ഉള്ളൂ. ശ്ലോകമായിട്ട്, ലൗകികമായിട്ടുള്ള ശ്ലോക രീതിയിൽ ഛന്ദോബദ്ധമായിട്ട് ഉണ്ടായ ഗ്രന്ഥം ആദ്യമായിട്ടുള്ളത് വാൽമീകി നിർമ്മിച്ച ആദികാവ്യം രാമായണം. അത് വിശേഷിച്ച് എത്രയോ ആളുകൾ അത് ഈ കർക്കിടക മാസത്തിൽ രാമായണ മാസമായിട്ട് ആചരിച്ചിറങ്ങി, എത്രയോ കാലം മുതൽ. അപ്പോൾ അധ്യാത്മരാമായണമാണ് അതിലധികമായിട്ട് പാരായണം ചെയ്യാറ്. സംസ്കൃതത്തിലുള്ള അധ്യാത്മരാമായണം മലയാളികൾക്ക് വായിച്ച് മനസ്സിലാക്കാനും എളുപ്പത്തിൽ ഭക്തി ഉണ്ടാവാൻ വേണ്ടി അതിനെ ഒന്ന് തർജ്ജമ ചെയ്തു കിളിപ്പാട്ടായിട്ട്. അതാണ് തുഞ്ചത്ത് ആചാര്യൻ്റെ, രാമാനുജാചാര്യൻ്റെ മലയാളത്തിലുള്ള അധ്യാത്മരാമായണം. അദ്ദേഹം ഭാഗവതത്തിന് അതുപോലെ ചെയ്തിട്ടുണ്ട്, മഹാഭാരതത്തിനും. ഈ 3 ഗ്രന്ഥം കൊണ്ട് എല്ലാമായി സാർവതും ഈ 3 ഗ്രന്ഥത്തിലുണ്ട്. അത് മനസ്സിലാക്കിയാണ് തുഞ്ചത്താചാര്യൻ അത് 3 ഗ്രന്ഥങ്ങളിലായിട്ട് അത് എളുപ്പത്തിൽ ഭക്തി ഉണ്ടാവാൻ പാകത്തിന് അത് ഗ്രന്ഥം നിർമ്മിച്ച്. അതിൽ ആ ഗ്രന്ഥമാണ് പലരും അത് പാരായണം ചെയ്യാം. സംസ്കൃതത്തിലുള്ള ആധ്യാത്മരാമായണം മൂലത്തിൻ്റെ തന്നെ ഒരു സ്വതന്ത്രമായ വിവർത്തനം എന്ന് പറയാം. ചില ഭാഗം വരുമ്പോൾ ഭക്തിക്കാണല്ലോ പ്രാധാന്യം. ആ ഭക്തി ജ്ഞാനം അധ്യാത്മതത്വങ്ങൾ വരുമ്പോൾ മൂലത്തെ ഒന്ന് വല്ലായിട്ട് വ്യാഖ്യാനിക്കുന്ന പോലെ ഒരു 4 പാദങ്ങളുള്ള ഒരു ശ്ലോകത്തെ ചിലപ്പോൾ ഒരു 15-20 വരികളെ കൊണ്ടാണ്, ഈരടികളെ കൊണ്ടാണ് വ്യാഖ്യാനിക്കുക. അതാണ് ആ വായിക്കുന്ന മാത്രയിൽ ആൾക്ക് ഭക്തി ഉണ്ടാവും. അതാണ് അധ്യാത്മരാമായണത്തിൻ്റെ പ്രത്യേകത. അത് കരികാലത്ത് ഇപ്പോൾ ഈ കർക്കിടമാസത്തിൽ എത്രയോ ക്ഷേത്രങ്ങളിലാണ് ഇതിൻ്റെ പാരായണം നടക്കുന്നത്. അങ്ങനെ ആചാര്യസ്വാമികൾ ധർമ്മസ്ഥാപനത്തിന് അവതരിച്ചു 1200 വർഷങ്ങൾക്ക് മുൻപ്. ആചാര്യസ്വാമികളുടെ ഒരു ഓർമ്മയ്ക്കാണ് മലയാള വർഷം, കൊല്ലവർഷം ആരംഭിച്ചത് എന്ന് പറയുന്നു. അപ്പോൾ 1200 ആവാൻ പോവുകയാണ്. ഇപ്പോൾ ഈ ചിങ്ങമാസമാകുമ്പോൾ 1-ാം തീയതി ആകുമ്പോൾ 1200-ാമത്തെ ആണ്ട് ആരംഭിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആചാര്യസ്വാമികൾ വേദത്തിൻ്റെ പരമായ തത്വം പറഞ്ഞു തരൽ മാത്രമല്ല, സാധാരണക്കാർക്ക് വേണ്ടി എങ്ങനെ ക്ഷേത്രങ്ങൾ സംരക്ഷിക്കണം, എങ്ങനെയൊക്കെ വേണം പൂജാവിധികൾ എല്ലാം ഒന്ന് പരിഷ്കരിച്ചു. അങ്ങനെ നമുക്ക് ഉപദേശിച്ചു തന്നു. അതുകൊണ്ടാണ് ഇന്നും ക്ഷേത്രങ്ങളും എല്ലാം നിലനിൽക്കുന്നത്. ആചാര്യസ്വാമികൾ അദ്വൈത വേദാന്ത തത്വം പറഞ്ഞു കൊടുക്കൽ മാത്രമല്ല, ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങളും കൂടി ചെയ്തു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ഒരു 4 ശിഷ്യന്മാർ. ആ 4 ശിഷ്യന്മാർ തൃശ്ശൂരിൽ വടക്കുംനാഥൻ്റെ മുമ്പിൽ 4 മഠങ്ങൾ സ്ഥാപിച്ചു. ഓരോ ശിഷ്യന്മാർ ഓരോ മഠം. അതിൽ ശൃംഗേരി മഠത്തിൻ്റെ അധ്യക്ഷൻ ആയിരുന്നു സുരേശ്വര ആചാര്യർ. സുരേശ്വരാചാര്യരുടെ അടുക്കൽ നിന്നാണ് വില്വമംഗലം സന്യാസം സ്വീകരിച്ചതെന്ന്. നടുവിൽ മഠം സ്ഥാപിച്ചു. അവിടെ ഒരാളെ ഇരുത്തണ്ടേ, ഈ വില്വമംഗലത്തിനെയാണ് അവിടെ ഇരുത്തിയത്. അദ്ദേഹത്തിനെക്കുറിച്ച് അറിയാത്തവർ ആരും ഉണ്ടാവില്ല. വില്വമംഗലം അദ്ദേഹം എത്തിച്ചേരാത്ത ക്ഷേത്രങ്ങളൊന്നുമില്ല. അങ്ങനെ എവിടെ ചെന്നാലും വില്വമംഗലമായിട്ട് ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമുണ്ടാവും എല്ലാ ദിക്കിലും. അദ്ദേഹം കാസർഗോട്ട് അനന്തപുരത്ത് ഭഗവാനെ ഉപാസിച്ച് പിന്നെ ഇനി എന്നെ ഉപാസിക്കൽ ഇവിടെ വേണ്ട,
അനന്തൻ കാട്ടിലേക്ക് വന്നോളാൻ പറഞ്ഞു. അവിടെ വച്ച് എന്നെ ഞാനൊരു പുതിയ രൂപം കാണിച്ചു തരാം, ആ രൂപത്തിൽ മതി എന്നെ ഉപാസിക്കലെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അന്വേഷിച്ച് പോരുന്ന വഴിക്ക് പല ക്ഷേത്രങ്ങളിലും അദ്ദേഹം വിശ്രമിച്ച് പുഷ്പാഞ്ജലി നടത്തി പോന്നു. ആ ക്ഷേത്രങ്ങൾ മിക്കതും നടുവിൽ മഠത്തിൻ്റെ ക്ഷേത്രങ്ങളായിട്ട് ഇന്നും ഉണ്ട്, അതിന് തെളിവായിട്ട്. അപ്പോൾ അല്ലെങ്കിൽ ഇത്രയും ക്ഷേത്രങ്ങൾ ഈ മഠത്തിന് വരില്ല. കാസർഗോട്ട് നിന്ന് പുറപ്പെട്ട് തിരുവട്ടാറ് വരെയുണ്ട്, അവിടെയും കൂടിയും ഭഗവാന്റെ ആ സാന്നിധ്യം. അദ്ദേഹം ഇവിടെയാണ് ആദ്യമായിട്ട് വലിയ കാട്ടിൻ നടുക്ക് ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വിഷ്ണും വന്ദേ ഭവഭയഹരം സർവലോകൈകനാഥം. ഭുജഗശായിയായിട്ടാണ് ഭഗവാൻ ദർശനം കൊടുത്തത്. കുറച്ച് അധികം വലിയ രൂപമായപ്പോഴാണ് ഞങ്ങൾക്ക് ധ്യാനിക്കാനും പ്രദക്ഷിണം വയ്ക്കാനും ഒരു ക്ഷേത്രം നിർമ്മിക്കണമെങ്കിൽ ഇത്രയും വലിയ രൂപമായാൽ പറ്റില്ല, അതുകൊണ്ട് ചെറിയ രൂപമാവണമെന്ന് പറഞ്ഞപ്പോഴാണ് ഇന്ന് കാണുന്ന രൂപത്തിൽ. നന്ന ചെറുതായാലും ധ്യാനിക്കാൻ പറ്റില്ല, നന്ന വലുതായാലും പറ്റില്ല. അപ്പോൾ ഒരു പ്രാവശ്യം കണ്ടാൽ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കണം. അതിനാണ് ഈ ദേവീ ദേവന്മാർക്കൊക്കെ പല പല രൂപങ്ങളും കൽപ്പിക്കുന്നത്. അനേക കൈകൾ, അനേക ആയുധങ്ങൾ, പല തരത്തിലുള്ള വസ്ത്രഭൂഷാദികളൊക്കെ. ഇതൊന്നുമില്ലെങ്കിലോ ഉള്ളിൽ പതിഞ്ഞു നിൽക്കില്ല. ആഭരണങ്ങളൊക്കെ അണിഞ്ഞതാണെങ്കിൽ ഒരു പ്രാവശ്യം കണ്ടാൽ അത് മറന്നുപോയില്ല. സകുങ്കുമവിലേപനാമളിക ചുംബികസ്തൂരികാം സമന്ദഹസിതേക്ഷണാം സസരജാപപാശാങ്കുശാം അശേഷജനമോഹിനീം അരുണമല്യഭൂഷാംബരാം ജപാകുസുമഭാസുരാം ജപവിധൗ സ്മരേദംബികാം എന്ന് മനോഹരമായിട്ടുള്ള ആ രൂപം വർണ്ണിച്ചപ്പോൾ ഉള്ളിൽ പതിഞ്ഞു നിൽക്കും. അതാണ് ഈ ഉള്ളിൽ ഭക്തന്മാരുടെ ഉള്ളിൽ ആ രൂപം തെളിഞ്ഞു വരണം. അതിനാണ് നാനാതരത്തിലുള്ള ആഭരണങ്ങളും വസ്ത്രങ്ങളും എല്ലാം, അനേക കൈകൾ തുടങ്ങി അഷ്ടാദശ ഭുജങ്ങളോടുകൂടി 18 കൈകളോടുകൂടി 64 കൈകളോട് കൂടിയിട്ടുള്ള ചിത്രമൊക്കെ വരയ്ക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതാകുമ്പോൾ ഒരിക്കലൊന്ന് കണ്ടാൽ മതി, പിന്നെ മനസ്സ് മറ്റെങ്ങും പോകില്ല. മറ്റ് സാധാരണ രൂപമാണെങ്കിലോ വേറെ 1-2 കാണുമ്പോഴേക്കും ആദ്യത്തെയൊക്കെ മറന്നു പോവും. അത് കൂടാതെ ഉള്ളിൽ തെളിയണം. അതിനാണ് ദേവീദേവന്മാർക്കൊക്കെ നാനാരൂപം, ആഭരണങ്ങളും ആയുധങ്ങളും എല്ലാം വർണ്ണിക്കുന്നത്. അങ്ങനെ അത്ഭുതമായിട്ടുള്ള ആ രൂപം. അപ്പം അങ്ങനെ രൂപം കാണിച്ചു കൊടുത്തു. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം. ഇങ്ങനെയൊക്കെ രൂപം വർണ്ണിച്ചപ്പോഴോ ധ്യാനശ്ലോകം അതിനാണ്. ധ്യാനിച്ച് പിന്നെ ഉള്ളിൽ നിന്ന് പോകാതെ നിൽക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ രൂപത്തിലാണ് വില്വമംഗലത്തിന് ആദ്യം ദർശനം കൊടുത്തത്. അപ്പോഴാണ് അദ്ദേഹം ആദ്യമായിട്ട് ഭഗവാനെ കണ്ടാൽ എന്തെങ്കിലും ഒന്ന് സമർപ്പിക്കണ്ടേ. അപ്പോൾ അവിടുന്ന് കിട്ടിയ ആ വനപ്രദേശത്ത് കിട്ടിയിട്ടുള്ള കുറച്ച് മാങ്ങയോ എന്തോ ഒന്ന് സമർപ്പിച്ചു. വലിയ വലിയ ദിവ്യന്മാരുടെ പൂജ, അവരുടെ സമർപ്പണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പോലെയുള്ള വിശേഷ പൂജകളും സാധനങ്ങളും ഒന്നും വേണ്ട അവർക്ക്. അവർ വെറും ഒരു പുഷ്പം എടുത്തിട്ടാൽ മതി, ഒരു തുള്ളി വെള്ളം അവരെ കോരി ഒഴിച്ചാൽ മതി, അത് അഭിഷേകമായിട്ട് മാറും. ഇതാണ് ദിവ്യന്മാരുടെ പ്രതിഷ്ഠയുടെ പ്രത്യേകത. എത്രയോ ആയിരത്താണ്ട് പഴക്കമുള്ള ക്ഷേത്രങ്ങൾ, അവിടെയൊക്കെ കേടുപാടുകൾ തീർക്കുമ്പോൾ അവർ പറയും
എന്ത് കേട് വന്നാലും പഴയ വിഗ്രഹങ്ങൾ മാറ്റരുത്. കാരണം അന്നത്തെ ചൈതന്യം, അന്നത്തെ മഹാത്മാക്കൾ അവിടെ സ്ഥാപിക്കുമ്പോൾ ഉണ്ടാക്കിയ ചൈതന്യമൊന്നും ഇന്നത്തെ ആൾക്ക് തപശക്തി ഉണ്ടാവില്ല. അതുപോലെയുള്ള തപശക്തിയുള്ള ആൾ പ്രതിഷ്ഠിച്ച പ്രതിഷ്ഠ മാറ്റാൻ വിഷമം. അതുകൊണ്ട് അത് മാറ്റണ്ട, കേടുപാടുകൾ തീർത്താൽ മതി എന്ന് പറയും. അതാണ് പഴയ ആ പ്രതിഷ്ഠകളുടെ പ്രത്യേകത. അപ്പോൾ വില്വമംഗലം അന്നങ്ങനെ നിവേദിച്ചു. അതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഇന്നും അവിടെ ആദ്യമായിട്ട് അവിടെ ഉപ്പുമാങ്ങ നിവേദ്യം എല്ലാം ഉണ്ട്. അതിനെ അനുസ്മരിച്ചുകൊണ്ടാണ് അതങ്ങനെ തുടർന്ന് പോരുകയാണ്. ഇനി എത്ര കാലം കഴിഞ്ഞാലും അത് തുടരും. അപ്പോൾ ഐതിഹ്യം ഒരു പ്രമാണമായിട്ട് പറയും. വെറുതെ ഒരു ദിവസം ആരും തടങ്ങില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം ഉണ്ടാവും. അതാണങ്ങനെ തുടർന്ന് പോരുന്നത്. അപ്പോൾ വില്വമംഗലമാണ് അന്നതാദ്യമായിട്ട് അത് സമർപ്പിച്ചതെന്നാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹം നിത്യവും അവിടെ ദർശനത്തിന് പോവും, പുഷ്പാഞ്ജലി ചെയ്യും. ക്രമത്തിൽ അവിടെ പൂജകളൊക്കെ നടത്താനുള്ള ഏർപ്പാടും അതിനാൾക്കാരെയൊക്കെ വിളിച്ചുകൊണ്ടും അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്നും തന്നെ കൊണ്ടുവന്നു. ഇവിടെ അദ്ദേഹത്തിൻ്റെ കൂടെ പോകുന്ന ആളുകളുണ്ട്. അങ്ങനെയൊക്കെ കൂടി ഇവിടെ അവിടുന്ന് തന്നെ ആൾക്കാർ വന്നിരിക്കുകയാണ് ഇവിടെ ആ പൂജയ്ക്കും എല്ലാ കാര്യങ്ങൾക്കും. അതൊക്കെ ഒന്ന് വില്വമംഗലത്തിൻ്റെ തുടർച്ചയാണ്. വില്വമംഗലത്തിൻ്റെ മാതൃഗൃഹം അത് കാസർഗോട്ടായിരുന്നു. അതുകൊണ്ടാണ് അനന്തപുരത്ത് ഭജിക്കാനും എല്ലാം കാരണം. അങ്ങനെ ആ പൂജാവിധികളും ക്രമത്തിൽ ഭരണാധികാരികളൊക്കെ വന്ന് പിന്നീട് വലിയ ക്ഷേത്രമായിട്ട് അത് മാറുക. അപ്പോൾ അതിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ വില്വമംഗലം. അദ്ദേഹം പുഷ്പാഞ്ജലി ചെയ്തുകൊണ്ട് താമസിക്കാനൊരു സ്ഥലം വേണ്ടേ അദ്ദേഹത്തിന്. അദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലമാണ് ഈ സ്ഥലം. വില്വമംഗലത്തിൻ്റെ ആ സ്വാമിയാർ മഠം അന്ന് മുതലുള്ളതാണ്. അന്ന് ഇത്രയും പരിഷ്കാരമൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ വല്ല പുല്ലോ ഓലയൊക്കെ മേഞ്ഞ് അങ്ങനെയൊക്കെ വച്ച് കെട്ടിയ ഒരാശ്രമം പോലെയാവും. അത് ക്രമത്തിൽ പരിഷ്കരിച്ച് അവിടെ എന്തെല്ലാം പരിഷ്കാരങ്ങൾ വന്നോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അവിടെ ചെയ്യുമ്പോൾ എല്ലാം ഇവിടെയും ചെയ്യും. അവിടെ എന്ത് പരിഷ്കാരം വരുത്തിയോ അത് ഇവിടെയും വരുത്തും. അങ്ങനെയാണ് ഈ മഠങ്ങളായിട്ടും എല്ലാം അത് മാറിയത്. ഉപാസന ചെയ്തുകൊണ്ട് ഇവിടെ അദ്ദേഹം താമസിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് ഇവിടെ ഒരു ഉപാസനാ മൂർത്തി ഉണ്ടായിരുന്നു. അവിടെ പൂജയൊക്കെ ചെയ്തുകൊണ്ട് ഇവിടെയും തേവാരം നടത്തും. സാളഗ്രാമ പൂജയുണ്ട്. മറ്റും കൃഷ്ണൻ്റെ വിഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പൂജ നടത്തിക്കൊണ്ട്. കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ശിഷ്യന്മാരൊക്കെ ആയി. അവരെ അത് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്താണ് ഇവിടെ തന്നെ അദ്ദേഹം സമാധിയായി. 38ാമത്തെ വയസ്സിൽ വില്വമംഗലം ഇവിടെ സമാധിയാവുക. അപ്പോൾ സമാധിയായപ്പോൾ ആശ്രമമുറ്റത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ആ സമാധി ഇരുത്തി. ഭൂമിദാനം എന്ന് പറയും, അവിടെ ഇരുത്തി. അങ്ങനെ സ്വാമിമാരെ ഭൂമിദാനം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഒരു വിഷ്ണു വിഗ്രഹം വയ്ക്കും. ചിലപ്പോൾ അങ്ങനെ വിഗ്രഹമൊന്നും ഉണ്ടാവില്ല, വെറും ഒരു ശില മാത്രം വയ്ക്കും. അങ്ങനെ പതിവ്. ഇപ്പം നമ്മുടെ പുറമെ ഒരു സമാധി സ്ഥലമുണ്ട്. അവിടെ അങ്ങനെ വിഗ്രഹമില്ല, ഒരു ശില വച്ചിട്ടേ ഉള്ളൂ. ചില ദിക്കിൽ അങ്ങനെ ഉണ്ടാവുള്ളൂ. ഇവിടെ അദ്ദേഹത്തിൻ്റെ അപ്പോൾ എന്ത് ചെയ്തു, ഇവിടെ അത് വയ്ക്കാറായപ്പോൾ അദ്ദേഹം തന്നെ പൂജിച്ചേർന്ന ഒരു വിഗ്രഹമുണ്ട് ഇവിടെ കൃഷ്ണൻ്റെ. ആ കൃഷ്ണ വിഗ്രഹമാണ് സമാധിയുടെ മുകളിൽ ആ വിഗ്രഹമാണ് സ്ഥാപിച്ചത്. അപ്പോൾ വില്വമംഗലം തന്നെ ഉപാസിച്ചിരുന്ന് പൂജിച്ചിരുന്ന ആ ശിലാവിഗ്രഹം, ചതുർഭുജനായിട്ടുള്ള വിഷ്ണുവിൻ്റെ ആ വിഗ്രഹമാണ് അദ്ദേഹത്തിൻ്റെ സമാധിയുടെ ഉപരിഭാഗത്ത് ഇവിടെ സ്ഥാപിച്ചേക്കണം. അങ്ങനെ ഈ ക്ഷേത്രം രീതിയിലൊക്കെ ആയി. അന്നും സ്ഥാപിച്ചപ്പോൾ ചിലപ്പോൾ നന്ന ചുരുക്കത്തിലാവും. ആദ്യം പറഞ്ഞല്ലോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പരിഷ്കാരങ്ങൾ വരുത്തുമ്പോൾ എല്ലാം ഇവിടെ ഒന്ന് നന്നാക്കും, ഇവിടെ ഒന്ന് വരുത്തും. അപ്പോൾ അങ്ങനെ ക്ഷേത്രം അവിടെ വന്നപ്പോൾ ഇവിടെ ചുറ്റമ്പലമൊക്കെ ആയിട്ടും ഇങ്ങനെയുള്ള ഒരു രീതിയിൽ ഇവിടെ സാധാരണ ക്ഷേത്രങ്ങളാകുമ്പോൾ ബലിക്കല്ലുകളൊക്കെ ഉണ്ടാവും, ഇവിടെ ഉപദേവന്മാരൊക്കെ ഉണ്ടാവും. ഇവിടെ അതില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ഉപാസനാ മൂർത്തി ഉണ്ടായിരുന്നു, ഗണപതി ഭഗവാൻ. ആ ഭഗവാനെയും ഗണപതിയും കൂടി ഇവിടെ പ്രതിഷ്ഠിച്ചു. ഇത്രയാണ് ഇവിടെ പ്രതിഷ്ഠകളും എല്ലാം ഉള്ളത്. അന്ന് മുതൽ ആ നടുവിൽ മഠത്തിൽ
ഒരാൾ സ്ഥിരമായി ഇവിടെ പുഷ്പാഞ്ജലിക്ക് വരണം എന്നാണ് നിയമം. എത്ര ആളുണ്ടെങ്കിലും ഒരാളെ ഇവിടെ അവരോധിക്കും, നിത്യമായിട്ട് അവിടെ പുഷ്പാഞ്ജലി ചെയ്യണം. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഒരാൾ മാത്രമാവുമ്പോൾ അതിന് മുടക്കം വന്നാലോ? മുഞ്ചറ മഠത്തിൽ നിന്ന്, കൊട്ടാരത്തിൽ നിന്ന് പറഞ്ഞ് ഒരാളെ കൊണ്ടുവന്ന് വേറെ ഒരു മഠം പണിത് അവിടെയും താമസം. അപ്പോൾ രണ്ടാളും കൂടിയാകുമ്പോൾ അതങ്ങനെ മുടക്കുകൂടാതെ നടക്കും. അങ്ങനെയാണ് 2 സന്യാസിമാർ ഇവിടെ പുഷ്പാഞ്ജലി സ്വാമിമാരായിട്ട് വന്നത്. ആദ്യം നടുവിൽ മഠത്തിൻ്റെ മാത്രം, പിന്നെ ഈ 2 ഇതായിട്ട് മാറി. അങ്ങനെ അത് ഇന്നും അത് തുടർന്നു വരിക. എത്രയോ കാലം മുമ്പ്, 1000 ചില്ലാനം വർഷം മുമ്പുള്ളത് ഇന്നും നമ്മൾ യഥാശക്തി അതുപോലെ നടത്തി വരുന്നു. പണ്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ സന്യാസിമാർ ഇവിടെ തേവാരം നടത്തുന്നല്ലാതെ പൊതുജനങ്ങൾക്ക് ഒന്നും ഉള്ളിലേക്ക് പ്രവേശമില്ല. സന്യാസിമാരും അവരെ ശിഷ്യന്മാരും ആരാ ഉള്ളതെന്ന് വെച്ചാൽ അവിടെ ഉണ്ടാവുന്നല്ലാതെ പുറമേ നിന്ന് ആരും ഇതിൻ്റെ ഉള്ളിലേക്ക് വരില്ല. അപ്പോഴാണ് ക്ഷേത്രങ്ങളെന്ന് പറഞ്ഞാൽ ചില ആൾക്ക് മാത്രമല്ലോ, എല്ലാവർക്കും ആ തപോഭൂമിയിൽ വരാനും അവിടുത്തെ ആ ചൈതന്യം പകരാനും എല്ലാം ഒരവസരം വേണമെന്ന് വിചാരിച്ച് 50 വർഷം മുമ്പാണ് അന്നത്തെ മൂപ്പിൽ സ്വാമിയാർ എല്ലാവർക്കും ഇവിടെ വന്ന് ദർശനം നടത്തി പോകാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കി. അങ്ങനെയാണ് ഈ പുണ്യക്ഷേത്രം ഇങ്ങനെയെല്ലാം എല്ലാവർക്കും വന്ന് ദർശനം നടത്താനുള്ള ഒരു സൗകര്യം. അങ്ങനെ കുറേ കാലം കഴിഞ്ഞു. അങ്ങനെയാണ് ചിലപ്പോൾ വയസ്സായിട്ടുള്ള ഒരു സ്വാമിയാരാവും, അദ്ദേഹത്തിന് ഇതൊന്നും വേണ്ട പോലെ കൊണ്ട് നടക്കാൻ പറ്റില്ല. അപ്പോൾ പൊതുജനങ്ങളുടെ കാര്യം അത്ര നോക്കില്ല. അദ്ദേഹം നിത്യം പൂജകൾ മാത്രം നടത്തും. അങ്ങനെ ഉണ്ടാവും. ചിലപ്പോൾ വല്ലക്കിലേക്കും പോവുകയാണെന്നുണ്ടെങ്കിൽ ആ സാളഗ്രാമാദികൾ നിത്യം പൂജിക്കുന്ന സാളഗ്രാമം അദ്ദേഹം കൊണ്ടുപോകും. അപ്പോൾ പിന്നെ ഇവിടെ പൂജയ്ക്ക് പ്രാധാന്യമില്ല. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പൂജ മുടങ്ങണതല്ല, നിത്യം പൂജിക്കുന്ന വിഗ്രഹം അദ്ദേഹം കൊണ്ടുപോവാണ്. നിത്യം പൂജയുണ്ട്. അങ്ങനെയുള്ള രീതിയിലാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ സ്ഥിരമായിട്ടുള്ള പൂജ എന്നുള്ള രീതിയിലും കൂടി നമ്മൾ ഇവിടെ ആരംഭിച്ചു. അതൊന്നും അധികം കാലമായിട്ടില്ല, കുറച്ച് കാലമായിട്ടില്ല. അപ്പോൾ അങ്ങനെ അത് നടത്തി വരുന്നു. ഓരോ സന്ദർഭത്തിൽ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ക്ഷേത്രമൊക്കെ നമുക്ക് നന്നാക്കാനായിട്ട് കഴിഞ്ഞു. അങ്ങനെ അതിൻ്റെ നവീകരണ കാര്യങ്ങളും കുറേയൊക്കെ തീർന്നു. അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നു. വൈശാഖമാകുമ്പോൾ ഭക്തന്മാർ ഇവിടെ സപ്താഹം നടത്തുന്നു. അഷ്ടമിരോഹിണി മുതലായിട്ടുള്ള ആഘോഷങ്ങളും എല്ലാം ഇവിടെ നടത്തുന്നു. ഇതൊക്കെയാണ് ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഭക്തന്മാർക്ക് സൗകര്യമായിട്ട് ഇതെല്ലാം നടത്തി വരുന്നു. അതുപോലെ ഭക്തന്മാരിവിടെ വന്ന് നിത്യവും ഭാഗവതം പാരായണം ചെയ്യലുണ്ട്. ഭക്തന്മാർ എല്ലാ ദിവസവും ഉണ്ട്. രാമായണം മാസമായപ്പോൾ, കർക്കടമാസമായപ്പോൾ രാമായണം വായനയും കൂടി ഇവിടെയുണ്ട്. ഭക്തന്മാർ ഇവിടെ വന്ന് വായിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവരത് രാമായണം ആദ്യം മുതൽ അവസാനം വരെ അവർ വായിച്ച് തീർത്തു. ഭക്തന്മാരത് വായിച്ച് സമർപ്പിച്ചു. അപ്പോഴാണ് ഇവിടെ കുംഭാഭിഷേകത്തിനൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ആ തന്ത്രി അദ്ദേഹം ഇന്നിവിടെ വരുന്നു. അപ്പോൾ വലിയ സൗകര്യമായി നമ്മൾ ഇവിടെ പ്രത്യേകമായിട്ടൊരു ഭഗവത് സേവാ ഭക്തന്മാർക്ക് വേണ്ടി, എല്ലാവർക്കും പങ്കെടുക്കാൻ വേണ്ടി, സർവ്വ ഐശ്വര്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഇവിടെ ഒരു പൂജ ഭഗവത് സേവ നടത്തുന്നു. അതും കൂടി നമുക്ക് നടത്താനായിട്ട് കഴിഞ്ഞു. ആ സന്ദർഭത്തിൽ നമ്മളിവിടെ രാമായണം പട്ടാഭിഷേകം ഈ സമയത്ത് ഇവിടെ വായിച്ച് സമർപ്പിക്കുകയാണ്. ആദ്യം നമ്മൾ 3 ദിവസം ഇവിടെ സമ്പൂർണ്ണമായിട്ടുള്ള പാരായണം എന്നൊക്കെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. ഭക്തന്മാർക്ക് ഇവിടെ ഇരുന്ന് വേണമെങ്കിൽ ആൾക്ക് വായിക്കുകയൊക്കെ ചെയ്യാം. ആ രീതിയിലുള്ള യജ്ഞം പോലെയുള്ള അതിപ്പോൾ ഇന്ന് തന്നെ ഇപ്പോൾ അത് പാരായണം ചെയ്ത് സമർപ്പിക്കുകയാണ്. അതാണ് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത്. എല്ലാ ദിവസവും പാരായണം ഇവിടെ നടക്കാറുണ്ട്. ഇന്ന് ഈ ഭഗവത് സേവയോടനുബന്ധിച്ച് ഇന്ന് പട്ടാഭിഷേകം വായിച്ച് ഇവിടെ സമർപ്പിക്കാനായിട്ട് പോവുകയാണ്. ആ ഭാഗമാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ.
75 ശ്ലോകങ്ങളുള്ള ഒരു സർഗമാണ് പട്ടാഭിഷേക ആ സർഗം. അതിവിടെ പാരായണം ചെയ്ത് സമർപ്പിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമഹാദേവ ഉവാച തതസ്തു കൈകയീപുത്രോ ഭരതോ ഭക്തിസംയുത ശിരസ്യഞ്ജലിമാധായ ജ്യേഷ്ഠം ഭാതരമബ്രവീത്. മാതാ മേ സൽകൃതാ രാമദത്തം രാജ്യം ത്വയാ മമ, ദദാമി തത്തേ ച പുനഃ യഥാ ത്വമദദാ മമ. ഇത്യുക്ത്വാ പാദയോർഭക്ത്യാ സാഷ്ടാംഗം പ്രണിപത്യ ച ബഹുധാ പ്രാർത്ഥയാമാസ കൈകേയ്യാ ഗുരുണാ സഹ. തഥേതി പ്രതിജഗ്രാഹ ഭരതാദ് രാജ്യമീശ്വരഃ മായാമാശ്രിത്യ സകലാം നരചേഷ്ടാം ഉപാഗതഃ. സ്വാരാജ്യാനുഭവോ യസ്യ സുഖജ്ഞാനൈകരൂപിണ നിരസ്താതിശയാനന്ദരൂപിണ പരമാത്മനഃ മാനുഷേണ തു രാജ്യേന കിം തസ്യ ജഗദീശിതുഃ യസ്യ ഭ്രൂഭംഗമാത്രേണ ത്രിലോകീ നശ്യതീക്ഷണാത്. യസ്യാനുഗ്രഹമാത്രേണ ഭവന്ത്യാഖണ്ഡലശ്രിയാः ലീലാസൃഷ്ടമഹാസൃഷ്ടേः കിയദേതദ്രമാപതേः. തഥാപി ഭജതാം നിത്യം കാമപൂരവിധിത്സയാ ലീലാമാനുഷദേഹേന സർവമപ്യനുവർത്തതേ. തതഃ ശത്രുഘ്നവചനാൻ നിപുണഃ ശ്മശ്രുകന്ദകാം സംഭാരാസ്യാഭിഷേകാർത്ഥം അസ്യാഭിഷേകാർത്ഥമാനീത രാഘവസ്യ ഹി പൂർവം തു ഭരതേ സ്നാതേ ലക്ഷ്മണേ ച മഹാത്മനി സുഗ്രീവേ വാനരേന്ദ്രേ ച രാക്ഷസേന്ദ്രേ വിഭീഷണേ. വിശോധിതജടസ്നാതഃ ചിത്രമാല്യാനുലേപന മഹാർഹവസനോപേത തസ്ഥൗ തത്ര ശ്രിയാജ്വലൻ. 14 വർഷത്തെ ആ വനവാസം അതെല്ലാം കഴിഞ്ഞു വരുന്നു. ശ്രീരാമൻ വരുന്നുണ്ടെന്നറിഞ്ഞപ്പോഴേക്കും തന്നെ എല്ലാവരുടെയും ദുഃഖമില്ലാതായി. കാരണം കുറേ ക്ലേശിച്ചെങ്കിലും അതിൻ്റെ ഫലം കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർ ക്ലേശമെല്ലാം മറക്കും എന്ന് മാത്രമല്ല, അത് അവർക്ക് വലിയൊരു ചിത്തശുദ്ധിക്ക് കാരണമായി. ഭഗവാൻ കൃഷ്ണൻ ഗോകുലം വിട്ടുപോയപ്പോൾ അവർക്ക് കൃഷ്ണനെക്കുറിച്ചുള്ള വിചാരം അധികമായി വന്നു. ഭഗവാൻ അവിടെ ഉപദേശിക്കുന്നുണ്ട്, നിങ്ങളുടെ അടുക്ക ഇരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ തീരെ മറന്നേനെ. അധികമായിട്ട് അടുത്തിരിക്കുമ്പോൾ ഒരവജ്ഞ വരും. അതുകൂടാതെ കഴിഞ്ഞു ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന് അത്രയും ശുദ്ധി വന്നു. അതുപോലെ ശ്രീരാമൻ പോയി കഴിഞ്ഞപ്പോൾ തിരിച്ചെന്ന് വരുന്നത് വരെ രാമ 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 എന്നൊരു വിചാരം മാത്രമേ ഉള്ളൂ. യോഗീശ്വരന്മാർ പോലും അത്രയും ചിന്തിക്കുമെന്നറിയില്ല. ആ ഒരവസ്ഥയിൽ എത്തിച്ചേർന്നു. ഭഗവാൻ മനുഷ്യനാണെങ്കിലും ഇങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങൾ ഉള്ളിൽ വെച്ചുകൊണ്ട് ആ കാര്യങ്ങൾ ചെയ്യണം. ഒരേ സമയത്ത് തന്നെ മനുഷ്യനാണ്, അതേ സമയത്ത് ഈശ്വരനുമാണ്. അപ്പം അങ്ങനെ എല്ലാവരുടെയും മനസ്സും ഭഗവാനിലാവണം. നിങ്ങൾ ധ്യാനിക്കൂ എന്നൊക്കെ പറഞ്ഞാലൊന്നും ആൾക്കാർ ധ്യാനിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അതിനൊരവസരം ഭഗവാൻ തന്നെ ഉണ്ടാക്കി. കൃഷ്ണന് അതുപോലെ തന്നെ അതുപോലെ ഉണ്ടാക്കിയത്. മധുരയിലേക്ക് പോണ സമയത്ത് പിന്നെ തിരിച്ചവിടേക്ക് വരവില്ല. അങ്ങനെ തീവ്ര വിചാരം വന്ന് ഏകാന്ത ഭക്തകളായിട്ട് തീർന്നു. മനസ്സിൻ്റെ എല്ലാ മാലിന്യങ്ങളും അവർക്ക് ഇല്ലാതായി കൃഷ്ണഭക്തി കൊണ്ട്. അതുപോലെ ഒരു 14 വർഷക്കാലം രാമാരാമ എന്നൊരൊറ്റ വിചാരം മാത്രമേ ഉള്ളൂ. ദിവസങ്ങൾ എണ്ണിക്കൊണ്ട് ഭരതനാണെങ്കിൽ വലിയ സന്തോഷമായി ശ്രീരാമൻ്റെ വരവറിഞ്ഞു. എല്ലാവരും കൂടി വന്നു ചേരുന്നു. എല്ലാവർക്കും വേണ്ട ഗൃഹങ്ങളും എല്ലാ സൗകര്യങ്ങളൊക്കെ ചെയ്തു.
14 വർഷം മുമ്പാണല്ലോ ഇതുപോലെ അഭിഷേകമെല്ലാം തീരുമാനിച്ച് അതൊക്കെ മുടങ്ങി ഇല്ലാതായത്. ആകെ എല്ലാം മാറി മറിഞ്ഞുവല്ലോ. വീണ്ടും ഗുരുനാഥനും എല്ലാവർക്കും വലിയ ഇഷ്ടമായി. അഭിഷേകത്തിനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തു. അങ്ങനെ അഭിഷേകം നടത്താനായിട്ട് തീരുമാനിക്കുക. പ്രതികർമ്മചരാമസ്യ ലക്ഷ്മണസ്യ മഹാമതി കാരയാമാസ ഭരത സീതായാ രാജയോഷിതാം മഹാരവസ്ത്രാഭരണൈ അലഞ്ചക്രുസ്സു മധ്യമാം തതോ വാനരപത്നീനാം സർവാസാമേവ ശോഭനാം അകാരയത കൗസല്യ പ്രഹൃഷ്ടാ പുത്രവത്സല തതസ്യന്ദനമാദായ ശത്രുഘ്നവചനാത് സുധീഃ സുമന്ത്രാഃ സൂര്യസങ്കാശം യോജയിത്വാഗ്രതസ്ഥിതാഃ ആരുരോഹരഥം രാമഃ സത്യധർമ്മപരായണഃ സുഗ്രീവോ യുവരാജശ്ച ഹനൂമാംശ്ച വിഭീഷണഃ സ്നാത്വാ ദിവ്യാംബരധരാ ദിവ്യാഭരണഭൂഷിതാഃ രാമമന്വീയുരഗ്രേ ച രഥാശ്വഗജവാഹനാഃ സുഗ്രീവപത്ന്യഃ സീതാ ച യയുര്യാനൈഃ പുരം മഹത് വജ്രപാണിര്യഥാ ദേവൈഃ ഹരിതാശ്വരഥേ സ്ഥിതാഃ പ്രയയൗ രഥമാസ്ഥായ തഥാ രാമോ മഹൽപുരം സാരഥ്യം ഭരതശ്ചക്രേ രത്നദണ്ഡം മഹാദ്യുതിഃ ശ്വേതാതപത്രം ശത്രുഘ്നോ ലക്ഷ്മണോ വ്യജനം ദധേ ചാമരത്വം ചാമരം ച സമീപസ്ഥോ ന്യവീജയദരിന്ദമാഃ ശശിപ്രകാശം ത്വപരം ജഗ്രാഹാസുരനായകാഃ ദിവിജൈഃ സിദ്ധസംഘൈശ്ച ഋഷിഭിർദിവ്യദർശനൈഃ സ്തൂയമാനസ്യ രാമസ്യ ശുശ്രുവേ മധുരധ്വനിഃ മാനുഷം രൂപമാസ്ഥായ വാനരാ ഗജവാഹനാഃ ഭേരീശംഖനിനാദൈശ്ച മൃദംഗപണവാനകൈഃ പ്രയയോ രാഘവശ്രേഷ്ഠസ്താംബുരിം സമലങ്കൃതാം ദദൃശുസ്തേ സമായാന്തം രാഘവം പുരവാസിനഃ. വാനരന്മാരൊക്കെ മനുഷ്യവേഷത്തിൽ മനുഷ്യരൂപം സ്വീകരിച്ചു. ദേവന്മാർ തന്നെയാണല്ലോ ഈ രൂപത്തിൽ വന്നേക്കണേ. പല പല കാര്യങ്ങളും ഈ ലോകത്തിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കർമാണ്യകർത്തുഹു ഗ്രഹണായ പുംസാം. വലിയ വലിയ ആളുകളുടെ എല്ലാ പ്രവൃത്തികളും അവർക്ക് വേണ്ടി ആവില്ല. ഇത് കണ്ട് ചിലരെ പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാവും. പല ആൾക്കാരും കൂടിയിരിക്കുന്ന സഭയിലെ മഹാത്മാക്കൾ വന്നാൽ വേറെ വല്ല പണ്ഡിതന്മാരുണ്ടെങ്കിൽ അവരെ വിളിച്ച് ഓരോ കാര്യങ്ങൾ ചോദിക്കും. ഇവർക്കത് ഉപദേശിച്ചു കൊടുക്കാൻ കഴിവുള്ള ആളുകളാണ്. എന്തിനു വേണ്ടിയിട്ടത്? ഇവിടെ ഈ സഭയിൽ വന്ന ആളുകൾക്ക് എന്തെങ്കിലും വല്ല സംശയം ഉണ്ടെങ്കിൽ ഈ മഹാത്മാക്കളുടെ വാക്ക് കേൾക്കാൻ ഒരു അവസരം ഉണ്ടാക്കുക. ചോദിക്കുന്ന ആളുകൾ അറിവില്ലാത്തതല്ല, ആ കേൾക്കുന്നവർക്ക് ആർക്കെങ്കിലും ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചാണ് അവരുടെ ചോദ്യം. ഇതുപോലെ ഭഗവാന്റെ എല്ലാ പ്രവൃത്തികളും ലോക നന്മയ്ക്ക് വേണ്ടിക്കൊണ്ട് എല്ലാവരും വന്നു ചേർന്നു. ദൂർവാദളശ്യാമതനും മഹാർഹ കിരീടരത്നാഭരണാഞ്ചിതാംഗം ആരക്ത കഞ്ചായതലോചനാന്തം ദൃഷ്ട്വായയോ മോദമതീവ പുണ്യാഃ വിചിത്രരത്നാഞ്ചിതസൂത്രനദ്ധ പീതാംബരം പീനഭുജാന്തരാളം വിരോചമാനം രഘുനന്ദനം പ്രജാഃ സുഗ്രീവമുഖ്യൈഃ ഹരിഭിഃ പ്രശാന്തൈഃ നിഷേവ്യമാണം രവിതുല്യഭാസം കസ്തൂരികാചന്ദനലിപ്തഗാത്രം നിവീതകൽപദ്രുമപുഷ്പമാലം ശ്രുത്വാ സ്ത്രിയോ രാമമുപാഗതം മുദാ പ്രഹർഷവേഗോൽക്കലിതാനനശ്രിയാം അപാസ്യ സർവം ഗൃഹകാര്യമാഹിതം ഹർമ്യാണി ചൈവാരുരുഹസ്വലങ്കൃതാഃ ദൃഷ്ട്വാ ഹരിം സർവദൃഗുത്സവാകൃതിം പുഷ്പൈഃ കിരന്ത്യാഃ സ്മിതശോഭിതാനനാഃ ശോഭിതാനനാഃ ദൃഗ്ഭിഃ പപൂഃ നേത്രമനോരസായനം
സ്വാനന്ദമൂർത്തിം മനസാഭിരേമിരേ. രാമസ്മിതസ്നിഗ്ധദൃശ പ്രജാസ്തഥാ പശ്യൻ പ്രജാനാഥ ഇവാപരപ്രഭൂ. ശനൈർജഗാമാഥ പിതുസ്വലംകൃതം ഗൃഹം മഹേന്ദ്രാലയ സന്നിഭം ഹരിഃ. വനവാസത്തിൻ്റെ വേഷമൊക്കെ കളഞ്ഞ് അങ്ങനെ എല്ലാം കൊണ്ടും ശുദ്ധി വരുത്തി സർവാഭരണ ഭൂഷിതനായി ആ കൊട്ടാരത്തിലേക്ക്, ദശരഥൻ്റെ കൊട്ടാരത്തിലേക്ക് ചെന്നു എന്നാണ്. പ്രവിശ്യ വേശ്മാന്തര സംസ്ഥിതോ മുദ രാമോ വന്ദേ ചരണൗ സ്വമാതുഃ. ക്രമേണ സർവാഹം പിതൃയോഷിത പ്രഭു നനാമഭക്തിയാ രഘുവംശകേതുഃ. അതുപോലെ തന്നെ വനവാസമൊക്കെ കഴിഞ്ഞ ഉടനെ വരാം എന്ന് പറഞ്ഞാണല്ലോ അമ്മയുടെ അടുക്കൊക്കെ പ്രാർത്ഥിച്ച് പോയേക്കണത്. അവരെ ചെന്ന് നമസ്കരിക്കുന്നു. അപ്പോൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഗുരുക്കന്മാരെയൊക്കെ വന്ദിച്ച് അവരുടെ അനുഗ്രഹത്തോടു കൂടി വേണം എല്ലാ കാര്യം ചെയ്യാൻ എന്ന് പഠിപ്പിക്കുക. ഭാഗവതം ഉപദേശിക്കുമ്പോൾ പറഞ്ഞില്ലേ, ഓരോ ശ്ലോകത്തിലും ഓരോ പദത്തിൽ പോലും വേദാർത്ഥമാണെന്ന്. തൽ കഥാസുതു വേദാർത്ഥ ശ്ലോകേ ശ്ലോകേ പദേ പദേ. ഓരോ ശ്ലോകത്തിലും ഓരോ പദത്തിൽ പോലും വേദ താല്പര്യമാണ് വർണ്ണിച്ചിരിക്കുന്നതെന്നാണ്. അങ്ങനെ അപ്പോൾ രാമായണം എടുത്താലും ഏത് പുരാണമെടുത്താലും വേദത്തിൻ്റെ വ്യാഖ്യാനമാണ്. അതായത് മനുഷ്യൻ്റെ ശരിയായിട്ടുള്ള കർത്തവ്യം എങ്ങനെ ആയാലാണ് നമുക്ക് മനഃശാന്തി വരിക എന്ന് പഠിപ്പിക്കണം. അപ്പോൾ അവരെയൊക്കെ ചെന്ന് വന്ദിച്ചു. തതോ ഭരതമാഹേദം രാമസത്യപരാക്രമഃ സർവസമ്പത്സമായുക്തം മമ മന്ദിരമുത്തമം മിത്രായ വാനരേന്ദ്രായ സുഗ്രീവായ പ്രദീയതാം സർവേഭ്യഃ സുഖവാസാർത്ഥം മന്ദിരാണി പ്രകൽപ്പയാൻ. അഭിഷേകത്തിൽ പങ്കെടുക്കാനായിട്ട് എത്രയോ വന്നിരിക്കല്ലേ ദിവ്യന്മാരായിട്ടുള്ള ആളുകൾ എല്ലാവർക്കും താമസിക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്യാനായിട്ട് പറയണു. അതിനുള്ള ഏർപ്പാടെല്ലാം ഉടനെ ചെയ്യുന്നു. രാമേണ ഇവം സമാദിഷ്ടോ ഭരതശ്ച തഥാകരോത് ഉവാച ച മഹാതേജാ സുഗ്രീവം രാഘവാനുജഃ. രാഘവസ്യാഭിഷേകാർത്ഥം ചതുസ്സിന്ധുജലം ശുഭം ആനേതും പ്രേഷയസ്വാശു ദൂതാം ത്വരിത വിക്രമാൻ. ഭരതനാണല്ലോ രാജാവായിട്ടിരിക്കണേ. ആ പാതുകൾ വെച്ച് പൂജിച്ച് ഇപ്പം എന്ത് കൽപ്പിക്കണമെങ്കിലും എല്ലാത്തിനും അധികാരം ഭരതനാണ്. ഭരതൻ പറഞ്ഞു അഭിഷേകത്തിനുള്ള എല്ലാ ഏർപ്പാടും എല്ലാ സമുദ്രത്തിൽ നിന്നും ചതുസ്സമുദ്രങ്ങളിൽ നിന്നും പുണ്യനദികളിൽ നിന്നെല്ലാം വെള്ളം കൊണ്ടുവരാനായിട്ട് പറയുന്നു. വായു വേഗത്തിൽ പോയി എല്ലാ സമുദ്രങ്ങളിൽ നിന്ന് വെള്ളം എടുത്താൽ തന്നെ കുറേ അധികം പുണ്യം. കാരണം സർവ്വ പുണ്യ നദികളും ചെന്ന് ചേരുന്ന പ്രദേശമാണല്ലോ സമുദ്രം. അതുകൊണ്ടാണ് സമുദ്ര സ്നാനത്തിനൊക്കെ വളരെ വൈശിഷ്ട്യം. എല്ലാവരും കൊണ്ടുവന്നു. ജലപൂർണ്ണാൻ ശാതകുംഭ കലശാംശ്ച സമാനയൻ ആനീതം തീർത്ഥസലിലം ശത്രുഘ്നോ മന്ത്രിഭിः സഹ രാഘവസ്യാഭിഷേകാർത്ഥം വസിഷ്ഠായന്യവേദയത്. ഗുരുവാണല്ലോ വസിഷ്ഠ മഹർഷി വേണം. ഇതെല്ലാം കൊണ്ടുവന്നു. എല്ലാം തയ്യാറായി. അതിനായിട്ട് ആചാര്യനെ ഗുരുനാഥനെ ഇവിടെ അറിയിച്ചു. തതസ്തു പ്രയതോ അവൃദ്ധോ വസിഷ്ഠോ ബ്രാഹ്മണൈः സഹ. താനാണ് ആദ്യം ഇവിടെ അഭിഷേകത്തിനെല്ലാം വട്ടം കൂട്ടിയത്. പക്ഷെ അതെല്ലാം മുടങ്ങിപ്പോയി. അപ്പോൾ വീണ്ടും നടത്തുമ്പോൾ വസിഷ്ഠന് വലിയൊരു സന്തോഷം കൂടുതൽ. എത്ര ആളുകൾക്കാണ് അന്ന് അഭിഷേകം മുടങ്ങി ഇപ്പോൾ വിഷമമായത്. പക്ഷേ ആ വിഷമം രാമവിചാരം കൂടുതലുണ്ടാക്കിയെങ്കിലും തൽക്കാലം എല്ലാവർക്കും ഒരു വിഷമം സൃഷ്ടിച്ചു. അത് വീണ്ടും നടത്താൻ ഒരവസരം കിട്ടിയല്ലോ. വലിയ സന്തോഷം ഗുരുനാഥന് വസിഷ്ഠന്. രാമം രത്നമയേ പീഠേ സസീതം സന്യവേശയത് വസിഷ്ഠോ വാമദേവശ്ച ജാബാലിഃ ഗൗതമസ്തഥാ വാൽമീകിശ്ച തഥാ ചക്രുഃ സർവേ രാമാഭിഷേചനം
കുശാഗ്ര തുളസീയുക്ത പുണ്യഗന്ധജലൈർമുദാ അഭ്യഷിഞ്ചൻ രഘുശ്രേഷ്ഠം വാസവം വസവോ യഥാ ഋത്വിഗ്ഭിः ബ്രാഹ്മണൈः ശ്രേഷ്ഠൈः കന്യാഭിः സഹ മന്ത്രിഭിः സർവൗഷധിരസൈശ്ചൈവ ദൈവതൈർനഭസി സ്ഥിതൈः ചതുർഭിർലോകപാലൈശ്ച സ്തുവദ്ഭിः സഗണൈസ്തഥാ. എല്ലാവരും ആ സമയത്ത് വേദമന്ത്രങ്ങളൊക്കെ ജപിച്ച് ആ സ്വർണ്ണകലശം കൊണ്ട് അഭിഷേകാദികൾ ചെയ്യുന്നു. ദേവന്മാരൊക്കെ പുഷ്പവൃത്തി ചെയ്യുന്നു. എല്ലാവരും പാടി സ്തുതിക്കുന്നു. എല്ലാവർക്കും സന്തോഷം മാത്രം. അങ്ങനെ ആ വെൺകറ്റക്കൊട പിടിക്കുന്നു. രാജചിഹ്നങ്ങളെല്ലാം ഛത്രം ചതസ്യ ജഗ്രാഹ ശത്രുഘ്ന പാണ്ഡുരം ശുഭം സുഗ്രീവരാക്ഷസേന്ദ്രൗതൗ ദധതു ശ്വേതചാമരേ ദദൗ ഹാരം നരേന്ദ്രായ സ്വയം ശക്രസ്തു ഭക്തിദാഃ പ്രജഗൂഹു ദേവഗന്ധർവാഃ നനുരുശ്ച അപ്സരോ ഗണാഃ ദേവദുന്ദുഭയോ നേതു പുഷ്പവൃഷ്ടിപ്പപാതഖാത് നവദൂർവാദളശ്യാമം പത്മപത്രായതേ ക്ഷണം രവികോടിപ്രഭായുക്തകിരീടേന വിരാജിതം കോടികന്ദർപ്പലാവണ്യം പീതാംബരസമാവൃതം ദിവ്യാഭരണസമ്പന്നം ദിവ്യചന്ദനലേപനം അയുതാദിത്യസങ്കാശം വിഭുജം രഘുനന്ദനം വാമഭാഗേ സമാസീനാം സീതാം കാഞ്ചനസന്നിഭാം സർവാഭരണസമ്പന്നം വാമാംഗേ സമുപസ്ഥിതാം രക്തോൽപലകരാം ഭോജാം വാമേനാലിംഗ്യ സംസ്ഥിതാം സർവാതിശയശോഭാഢ്യം ദൃഷ്ട്വാ ഭക്തിസമന്വിതാ ഉമയാ സഹിതോ ദേവഃ ശങ്കരോ രഘുനന്ദനം സർവദേവഗണൈര്യുക്തഃ സ്തോതും സമുപചക്രമേ. സീതാസമേതനായി ആ ദിവ്യപീഠത്തിലിരുത്തി അവിടെ അഭിഷേകമെല്ലാം നടത്തി. എല്ലാവർക്കും വലിയ സന്തോഷമായി. ആ അഭിഷിക്തനായിട്ടിരിക്കുന്ന ആ ഭഗവാനെ കണ്ട് സീതാസഹിതനായിട്ടിരിക്കുന്ന ലക്ഷ്മി സഹിതനായിരിക്കുന്ന വിഷ്ണു തന്നെയാണ് ഇവിടെ സീതാസമേതനായിട്ടുള്ള രാമൻ എന്ന് പറഞ്ഞാൽ. ദേവന്മാരെല്ലാം മഹാദേവൻ മുതലായിട്ടുള്ള ആൾക്കാർ ദേവന്മാരെല്ലാം പാടി സ്തുതിക്കുകയാണ്. മഹാദേവ ഉവാച നമോസ്തു രാമായ സശക്തികായ നീലോൽപ്പള ശ്യാമളകോമളായ കിരീടഹാരംഗദഭൂഷണായ സിംഹാസനസ്ഥായ മഹാപ്രഭായ ത്വമാദിമധ്യാന്തവിഹീന ഏകഃ സൃജസ്യ വത്സ്യൽസി ച ലോകജാതം സ്വമായയാ തേന ന ലിപ്യസേ ത്വം യൽ സ്വേ സുഖേജസ്ര രതോനവദ്യഃ ലീലാം വിധൽസേ ഗുണസംവൃതസ്ത്വം പ്രപന്നഭക്താനുവിധാനഹേതോഃ നാനാവതാരൈഃ സുരമാനുഷാദ്യൈഃ പ്രതീയസേ ജ്ഞാനിഭിരേവ നിത്യം. സ്വാംശേന ലോകം സകലം വിധായ ബിഭർഷി ത്വം തദധ ഫണീശ്വരഃ ഉപര്യഥോ ഭാന്വനിലോടുപൗഷധി പ്രവർഷരൂപോവസി നൈകഥാ ജഗത് ത്വമിഹ ദേഹഭൃതാംശികീരൂപഃ പചസി ഭുക്തമശേഷമജസ്രം പവനപഞ്ചകരൂപസഹായോ ജഗദഖണ്ഡമനേന വിഭർഷി ചന്ദ്രസൂര്യ ശിഖിമധ്യഗതം യത് തേജൈശ ചിദശേഷതനൂനാം പ്രാഭവത്തനുഭൃതാമിവ ധൈര്യം ശൗര്യമായുരഖിലം തവ തത്വം. ത്വം വിരിഞ്ചി ശിവവിഷ്ണുവിഭേദാത് കാലകർമ്മശശിസൂര്യവിഭാഗാത് വാദിനാം പൃഥികിവേശവിഭാസി ബ്രഹ്മനിശ്ചിതമനന്യതിഹൈകം മത്സ്യാദിരൂപേണ യഥാ ത്വമേകശ്രുതോ പുരാണേഷു ലോകസിദ്ധ തഥൈവ സർവം സദസദ്വിഭാഗസ്ത്വമേവ നാന്യദ്ഭവതോ വിഭാതി. എല്ലാവരും സാക്ഷാ ഭഗവാൻ തന്നെ നാനാവതാരങ്ങൾ സ്വീകരിക്കുന്നതും
ഇതെല്ലാം തന്നെ ഭഗവാനെ അവിടുന്ന് തന്നെയല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് പാടി സ്തുതിക്കുന്നത്. വാൽമീകിയുടെ രാമായണമാവുമ്പോൾ ഒരു രാജാവിൻ്റെ പട്ടാഭിഷേകം പോലെ മാത്രം ഇതുപോലെ ഈശ്വരനാണെന്ന് പറഞ്ഞെല്ലാം സ്തുതിക്കുക. കാരണം ഒരു ഉത്തമനായിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് ഭഗവാൻ ജീവിച്ച് കാണിച്ചു തന്ന ചരിത്രമാണ് വാൽമീകിയുടെ. ചില ചോദ്യങ്ങൾക്ക് എല്ലാം ഗുണം തികഞ്ഞ ഒരു മനുഷ്യൻ ആരാണ്? ഒരു മനുഷ്യന് എന്തെല്ലാം ഗുണങ്ങളുണ്ടാവാം, അതെല്ലാം തികഞ്ഞ ആളാരാന്ന് ചോദിച്ചു. അപ്പോൾ അതിനുത്തരമായിട്ടാണ് നാരദ മഹർഷി വാൽമീകിക്ക് ഒരു ഉത്തമനായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ കഥ, ഇക്ഷ്വാകുവംശത്തിൽ ദശരഥപുത്രനായ രാമനാണ് ഉദാഹരിക്കാൻ അങ്ങ് ഈ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ടുള്ളത് എന്ന് പറഞ്ഞാണ് അവിടെ വർണ്ണിക്കുന്നത്. അപ്പോൾ ആ രീതി തന്നെയാണ് അധ്യാത്മരാമായണത്തിൽ അങ്ങനെ ശ്രീരാമനായിട്ട് വന്നത് സാക്ഷാ ഭഗവാനാണെന്ന് സാധാരണക്കാർക്ക് അറിയാൻ വേണ്ടി അതാണ് അധ്യാത്മരാമായണത്തിൽ അത് വിവരിച്ച്. അപ്പോൾ ആ രീതിയിൽ ഈശ്വരനായിട്ട് കണ്ടുകൊണ്ടാണ് ഇവിടുത്തെ വർണ്ണന. യദ്യൽ സമുൽപ്പന്നമനന്തസൃഷ്ടൗ ഉൽപ്പത്സ്യതേ യച്ഛ ഭവച്ച യച്ഛ ന ദൃശ്യത്തെ സ്ഥാവരജംഗമാദൗ ത്വയാ വിനാദ പരത പരസ്ത്വം തത്വം ന ജാനന്തി പരാത്മനസ്തേ ജനാഃ സമസ്താസ്തവ മായയാതഃ ത്വദ്ഭക്തസേവാമലമാനസാനാം വിഭാതി തത്വം പരം ഏകമൈശം ബ്രഹ്മാദയസ്തേന വിദുസ്വരൂപം ചിദാത്മതത്വം ബഹിരർത്ഥഭാവാഹം തതോ ബുധസ്ത്വാം ഇദമേവ രൂപം ഭക്ത്യാ ഭജന്മുക്തിമുപൈത്യ ദുഃഖം അഹം ഭവന്നാമഗണൻ കൃതാർത്ഥോവസാമി കാശ്യാമനിശം ഭവാന്യാം മുമൂർഷമാണസ്യ വിമുക്തയേഹം ദിശാമി മന്ത്രം തവ രാമനാമ. മഹാദേവൻ പറയാണ്, ഭഗവാനെ എല്ലാവർക്കും അനുഗ്രഹം കൊടുക്കാനായിട്ട് കാശിയിലാണ് ഞാൻ സ്ഥിരം താമസിക്കുന്നത്. അവിടെ വെച്ച് ശരീരം ഉപേക്ഷിക്കുന്നവർക്ക് ആ രാമ രാമ എന്നുള്ള താരകമന്ത്രം എല്ലാവർക്കും ഉപദേശിച്ചു കൊടുക്കാനാണെന്ന് പറഞ്ഞു. യാതൊരു സാധനം ചെയ്തില്ലെങ്കിലും എന്തെങ്കിലും ഒരു പുണ്യലേശം കൊണ്ട് കാശിയിൽ എത്തിച്ചേർന്നാൽ അവിടെ വച്ച് ശരീരം ഉപേക്ഷിക്കുന്നവർക്ക് പുനർജന്മം നസ പുനരാവർത്തത എന്ന് ഉപനിഷത്തിൽ ആ അവസ്ഥയിൽ എത്രയും എന്ത് വേണം ഭഗവാനെ? അവിടുത്തെയുടെ നാമം രാമ എന്നുള്ള അതാണ് ഞാൻ ഉപദേശിക്കാറ് എന്ന് പറയുന്നു മഹാദേവൻ. ഇമം സ്തവം നിത്യമനന്യഭക്തിയ ശൃണ്വന്തി ഗായന്തി ലിഖന്തി യേ വൈ തേ സർവസൗഖ്യം പരമഞ്ചലഭവാ ഭവൽപദം യാന്തു ഭവൽപ്രസാദാത്. ഇന്ദ്ര ഉവാച രക്ഷോധിപേനാഖിലദേവസൗഖ്യം ഹൃതം ച മേ ബ്രഹ്മവരേണ ദേവ പുനശ്ച സർവം ഭവത പ്രസാദാത് പ്രാപ്തം ഹതോ രാക്ഷസ ദുഷ്ടശത്രുഃ. ദേവാഊചുഃ ഹൃതാ യജ്ഞഭാഗാധരാ ദേവദത്ത മുരാരേ ഖലേനാദിദൈത്യേന വിഷ്ണു ഹതോദ്യത്വയാ നോ വിധാനേഷു ഭാഗാഃ പുരാവത് ഭവിഷ്യന്തി യുഷ്മപ്രസാദാത്. പിതര ഊചുഃ ഹതോദ്യത്വയാ ദുഷ്ടദൈത്യോ മഹാത്മൻ ഗയാദൗ നരേർദത്തപിണ്ഡാദികാന്നഃ ബലാദത്തി ഹത്വാ ഗൃഹീത്വാ സമസ്താനിദാനീം പുനർലബ്ധസത്വാ ഭവാമഃ. യക്ഷാഊചുഃ സദാ വിഷ്ടികർമ്മണ്യനേനാഭിയുക്ത വഹാമോദശാസ്യം ബലാത് ദുഃഖയുക്താഃ ദുരാത്മാ ഹതോ രാവണോ രാഘവേശ ത്വയാ തേ വയം ദുഃഖജാതാത് വിമുക്താഃ. ഗന്ധർവാഊചു വയം സംഗീതനിപുണാഃ ഗായന്തസ്തേ കഥാമൃതം ആനന്ദാമൃതസന്തോഹയുക്താഃ പൂർണ്ണാ സ്ഥിതാഃ പുരാ. പശ്ചാത് ദുരാത്മനാ നാമ രാവണേനാഭിവിദ്രുതാഃ തമേവ ഗായമാനാശ്ച തദാരാധനതൽപരാഃ സ്ഥിതാസ്ത്വയാ പരിത്രാതാഃ തോയം ദുഷ്ടരാക്ഷസ ഏവം മഹോരഗാഃ സിദ്ധാഃ കിന്നരാഃ മരുതസ്തഥാ. വസവോ മുനയോ ഗാവോ ഗുഹ്യകാശ്ച പദതൃണാഃ സപ്രജാപതയശ്ചൈതേ തഥാ ചാപ്സരസാം ഗണാഃ
സർവേ രാമം സമാസാദ്യ ദൃഷ്ട്വാ നേത്രമഹോത്സവം സ്തുത്വാ പൃഥക് പൃഥക് സർവേ രാഘവേണാഭിവന്ദിതാഃ യയുസ്വം സ്വം പദം സർവേ ബ്രഹ്മരുദ്രാദയസ്തഥാ പ്രശംസന്തോ മുദാ രാമം ഗായന്തസ്തസ്യ ചേഷ്ടിതം ധ്യായന്തസ്ത്വഭിഷേകാർദ്രം സീതാലക്ഷ്മണസംയുതം സിംഹാസനസ്ഥം രാജേന്ദ്രം യയുസ്സർവേ ഹൃദി സ്ഥിതം ഖേവാദ്യേഷു ധ്വനൽസു പ്രമുദിതഹൃദയൈഃ ദേവവൃന്ദൈസ്തുവദ്ഭിः വർഷദ്ഭിः പുഷ്പവൃഷ്ടിം ദിവി മുനിനികരൈः യജ്ഞമാനഃ സമന്താത് രാമശ്യാമപ്രസന്നസ്മിത രുചിരമുഖഃ സൂര്യകോടിപ്രകാശ സീതാസൗമിത്രിവാതാത്മജ മുനിഹരിഭിः സേവ്യമാനോ വിഭാതി. ഇത് ശ്രീമദ് അധ്യാത്മരാമായണേ ഉമാമഹേശ്വരസംവാദേ യുദ്ധകാണ്ഡേ പഞ്ചദശാഃ സർഗാഃ. പിന്നെ ഫലശ്രുതി പറയലൊക്കെയാണ്. ഏതായാലും എല്ലാവർക്കും വലിയ സന്തോഷമായി. പട്ടാഭിഷേകമെല്ലാം കഴിഞ്ഞ് ഇരിക്കുന്ന ആ പുണ്യരംഗം, ആ അഭിഷേകത്തിനെ അനുസ്മരിച്ചുകൊണ്ട് ആ വാദ്യങ്ങളൊക്കെ ഉണ്ടായ പോലെ ഇവിടെ ഭഗവാന് ആ ദീപാരാധനയുടെ ആരതി സമയമാണ്. ആ ആരതി ആദ്യമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നടത്തും. അത് കഴിഞ്ഞാൽ ഇവിടെ ആ ഭഗവത് സേവയുടെ സമാപനം. ഇതൊക്കെ എല്ലാ ഭക്തന്മാർക്കും അതിൽ പങ്കെടുക്കാം. ആ പ്രസാദമൊക്കെ എല്ലാവർക്കും അത് കഴിഞ്ഞ് ലഭിക്കും. ഉടനെ സമർപ്പിക്കാൻ പോകും.